എത്രത്തോളം പ്രതീക്ഷയുണ്ട്? നല്ല പ്രതീക്ഷയായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം തിയേറ്ററിൽ നല്ല പ്രതീക്ഷയാണ്, നല്ല ഓളം സൃഷ്ടിക്കുന്ന ന്യൂജൻ സിനിമയാണ്. ഇത്തരം സിനിമകളാണ് എടുക്കേണ്ടത്. ഇത് അറ്റാക്ക് വരുന്നവരാരെങ്കിലും മലയാള സിനിമ കാണാൻ പറ്റും. കാരണം ക്യൂരിയോസിറ്റി വർദ്ധിപ്പിച്ച് കൊല്ലുകയാണ്. ഇതങ്ങനെയില്ല. ഇത് ഫുൾ ടൈം 2.5 മണിക്കൂർ കൊണ്ട് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ടിരുന്ന് കാണുക. നമ്മൾ തിയേറ്ററിൽ സിനിമ കാണുക, വിജയിപ്പിക്കുക, ഹിറ്റടിപ്പിക്കുക എന്നുള്ളതാണ്. ദിലീപേട്ടനാണെങ്കിലും ലാലേട്ടനാണെങ്കിലും നമ്മളുടെ മുത്താണ്, ചങ്കാണ്, കരളാണ് എല്ലാം. ഇതൊന്നും നമ്മൾ ബഹിഷ്കരിക്കുന്നില്ല, നമ്മൾ ബസ്സിൽ ബഹിഷ്കരിക്കുന്നില്ല. ഇതൊക്കെ ചുമ്മാ മാധ്യമ ശ്രദ്ധയ്ക്ക് വേണ്ടി ചെയ്ത് കൂട്ടുന്നതാണ്. ഇതെല്ലാവരും തള്ളിപ്പറയും. എത്ര സ്ത്രീകൾ വരാണ്ടിരുന്നാന്ന് പറഞ്ഞാലും ഒരു സ്ത്രീകളും വരാണ്ടിരിക്കുന്നല്ല. ഇത് സ്ത്രീകൾ വന്ന് സിനിമ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വിചാരിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ദിലീപേട്ടൻ്റെ റേഷൻ മണ്ണെണ്ണ, പഞ്ചസാര, റേഷനരി, അരി, പെട്രോള്, ഡീസൽ എല്ലാം കട്ട് ചെയ്ത്, കറണ്ടും കട്ട് ചെയ്ത് അദ്ദേഹത്തെ പിടിച്ചൊരു മൂലയിലിരുത്തു. അതേ നടക്കുള്ളൂ. കോടതി പറയുന്നിടം വരെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനേ പറ്റുള്ളൂ. കോടതി പറഞ്ഞാൽ ഈ നാവ് കൊണ്ട് ഞാൻ അദ്ദേഹത്തെ തള്ളിപ്പറയും. അതിന് യാതൊരു സംശയം വിചാരിക്കേണ്ട. ലാലേട്ടനും ദിലീപേട്ടനും ഒന്നിച്ച് സ്ക്രീനിൽ വരാണ്. ഒന്നിച്ച് നല്ല തീയല്ലേ. നമ്മൾ അതേ ഇഷ്ടപ്പെടുന്നുള്ളൂ. നമുക്ക് ഈ നാട്ടിലുള്ളവരുടെ എല്ലാ പ്രയാസങ്ങളും, സങ്കടങ്ങളും, ബുദ്ധിമുട്ടുകളും എല്ലാം മനസ്സിലാക്കാൻ പറ്റില്ല കൂട്ടുകാർ. അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. ഇത് ശരിയും തെറ്റും നിറഞ്ഞ ഒരു ലോകമാണ്. ഈ ലോകം നിൽക്കുന്നത് തന്നെ അങ്ങനെയാണ്. എത്ര കോടി അടിക്കും ഇത്? 100 കോടി എന്തായാലും ഉറപ്പിച്ചോ, അത് ഞാൻ പറയാം. പക്ഷേ ഇതിൻ്റെ വ്യാജപതിപ്പ് ഇറങ്ങിയില്ലെങ്കിൽ, അത് മാത്രമല്ല കമൻറ്റ് നെഗറ്റീവ് അടിച്ച് തോപ്പിച്ചില്ലെങ്കിൽ 100 കോടി എന്തായാലും കിട്ടും. അത് ഉറപ്പിച്ചു.